ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ 5th വണ്ണാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക. ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് പറഞ്ഞേ? 2, 3, 5 നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് ചെയ്യാം. 648 ആദ്യം ചെയ്യാൻ പോകുന്നത് 648. നിങ്ങൾക്ക് ഇങ്ങനെ വേണേ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് പോവാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പം ആദ്യം നമ്മുടെ പ്രൈം നമ്പേഴ്സ് 2, 3, 5 ആണേ. ആദ്യം നിങ്ങൾ ഏതെടുക്കും? 2 എടുക്കും. 2 കൊണ്ട് പറ്റുമോ? പറ്റും. വൺസിന്റെ പ്ലേസിൽ ഓഡ് നമ്പർ ഏതാണ്? 0, 2, 4, 6, 8. ഇതിൽ ഏത് വന്നാലും ഇതിനെ 2 കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ ഇവിടെ 2 എഴുതി. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ മെത്തേഡ് പതിയെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് 6 എടുക്കാം. എത്ര പ്രാവശ്യം ഉണ്ട്? 3 × 2 6. അടുത്ത 4 എടുത്തു. 2 × 4 2 4. അടുത്ത 8 എടുത്തു. 4 × 2 8. ഇതിനെ നമുക്ക് 2 കൊണ്ട് പറ്റും. വൺസിന്റെ പ്ലേസിൽ 4. 1 × 2 2. 3 ആയിരുന്നു. 2 എടുത്തു. ബാലൻസ് 1. ആ 1 2ൻ്റെ കൂടെ ആഡ് ചെയ്തു. 12. 6 × 2 12. ഇനി അടുത്ത 4 2 × 2. ഇതിനെ നമുക്ക് 2 കൊണ്ട് പറ്റും ഇല്ലേ? കാരണം വൺസിന്റെ പ്ലേസിൽ 2. ആദ്യം 1 എടുത്ത് പറ്റുമോ? 2 കൊണ്ട് പറ്റും. അടുത്ത് 8 × 16 1. തീർന്നു പോയോ? ഇനി 2 കൊണ്ട് പറ്റുമോ? വൺസിന്റെ പ്ലേസിൽ 1 വന്നു, പറ്റില്ല. ഇനി അടുത്ത് നമ്മുടെ പ്രൈം നമ്പറായ 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് വരുന്ന എളുപ്പ വഴി തന്നെയാണ്. ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്തതാ. 8 + 1 9. 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 കൊണ്ട് പറ്റും. 3 8 എടുത്തു. 3 × 2 8 എടുത്തു. 3 × 2 6. ബാലൻസ് 2. ആ 2 ഈ 1ൻ്റെ അടുത്തോട്ട് എഴുതി. 21. 7 × 3 21. തീർന്നില്ല. അടുത്തത് നമുക്കറിയാം 3യുടെ ടേബിളാണ്. നിങ്ങൾക്ക് നോക്കാനറിയാം. 9 അതും 3ക്കകത്തുണ്ട്. 3 അതും 3ക്കകത്തുണ്ട്. 1 ഇല്ലേ? നമ്മൾ എടുത്ത് എഴുതുവാണ്. 648 is equal to എത്ര? 2 1 2 3. 2 × 2 × 2 എത്ര? 3 1 2 3 4. 3 × 3 × 3 × 3. That is 2�3× 3⁴. എളുപ്പമല്ലേ? എളുപ്പമാ, എനിക്കറിയാം. നിങ്ങൾ ചെയ്തോളൂ. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെയ്താലോ? 405 സെക്കൻഡ് വൺ. ഇത് കണ്ടുടനെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യും. ഏത് വെച്ച്? ഏത് പ്രൈം നമ്പർ എടുക്കും? 5. നമ്മൾ വേറെ നോക്കാൻ പോകണ്ട. 3 കൊണ്ട് 2 കൊണ്ട് പറ്റില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. നോക്കിയേ, 4 + 0 + 5 9. 3യുടെ ടേബിളുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിനെക്കാട്ടി എളുപ്പം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ 5 ആണെന്ന് മനസ്സിലായി. 5 0യുടെ 5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ചെയ്യുന്ന 0യോ 5ഓ വൺസിന്റെ പ്ലേസിൽ വന്നാൽ 5 കൊണ്ട് പറ്റും. അപ്പം 5 കൊണ്ട് അങ്ങ് ചെയ്തേക്കാം. 5 4 എടുത്ത് പറ്റുമോ? ഇല്ല. അപ്പോൾ 40. 5ൽ 1. ഓക്കെ, ഇനി ഇതിനെ 5 കൊണ്ട് പറ്റുമോ? ഇല്ല. ഇത് നമ്മുടെ 81. നമ്മുടെ 3യുടെ 8 + 1 9. 3 കൊണ്ട് പറ്റും. മുമ്പേ ചെയ്തതിന്റെ ബാക്കിയാണ് കേട്ടോ. എത്രയാണ്? 2 27. ഞാൻ മുമ്പേ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. 3 9 3 3 1. അപ്പൊ എന്നാ എഴുതാം? നമുക്ക് 405 is equal to 5 × എത്ര? 3 ആണ്. 4 3. അപ്പൊ എന്നാ എഴുതാം? 5 × 3⁴ എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇനി അടുത്തതും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയും ഇതെന്തുകൊണ്ട് പറ്റും? പറ. 5 കൊണ്ട് പറ്റും. അതാ 540. ക്വസ്റ്റ്യൻ നമ്പർ 3. വൺസിന്റെ പ്ലേസിൽ 0 5. 5 കൊണ്ട് ചെയ്യാൻ പോവാണ്. 1 × 5 5. 4 എടുത്തു, പറ്റില്ല. 5 ടേബിളിൽ അടുത്തെടുത്തു. അപ്പം 5 സോറി 4 എടുത്ത് പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ എന്നാ കൊടുക്കണം? 0 കൊടുക്കണം. ഇതെല്ലാവർക്കും തെറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സംശയം വരുമ്പോൾ നിങ്ങൾ നോക്കിയേക്കണം കേട്ടോ. 540 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 ഒരു സ്ഥാനം ഇറക്കി എഴുതി.
അത് പറ്റില്ലെങ്കിൽ നമുക്ക് ചുമ്മാ എന്ന് അടുത്ത സ്ഥാനം ഇറക്കി എഴുതാൻ പറ്റില്ല. നമുക്ക് അപ്പൊ അതിന് തുല്യമായിട്ട് 0 മേളിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇറക്കി എഴുതുന്നത് കേട്ടോ. ഇനി ഇതിനെ ഏതുകൊണ്ട് പറ്റും? 5 കൊണ്ട് പറ്റുമോ? ഇല്ല, കാരണം 1 പ്ലേസ് 0 5 അല്ല, 8 കിടക്കുന്നത്. 8 കിടക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് 2 കൊണ്ട് പറ്റുമെന്ന്. ഓക്കെ, 2. അതിന് 3 കൊണ്ടും പറ്റും കേട്ടോ. അതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ, 9 വരുന്നത്. 3 കൊണ്ടും പറ്റും. നമുക്കിപ്പോൾ 2 കൊണ്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇപ്പോൾ 3 കൊണ്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. എനിക്കിപ്പോൾ 2 കൊണ്ട് ചെയ്യാൻ ഇഷ്ടം. ഓക്കെ, ചെയ്തോട്ടെ. അപ്പം ഇവിടെ എടുത്തു, 1 എടുത്തു, പറ്റില്ല. അവസാനം എടുത്തു 5 × 2 10, 4 × 2 8. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും ഉണ്ടോ? ഇതിനെ ഇനിയും 3 കൊണ്ടും പറ്റും. 5 + 4 9. അതിന് 3 കൊണ്ടും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. 5 എടുത്തു, 2 × 2 4, 5 4 ആയി, ബാലൻസ് 1 അത് കൂട്ടി 14 7. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റുമോ? ഇല്ല, 1ന്റെ പ്ലേസിൽ ഓഡ് നമ്പേഴ്സ് അല്ല, സോറി ഈവൻ നമ്പേഴ്സ് അല്ല വന്നേക്കുന്നത്. അപ്പം നമുക്കിത് 3യുടെ മൾട്ടിപ്പിളുള്ളതാണ്. 3 9 3 3 1 ആണല്ലോ. അപ്പം എങ്ങനെ എഴുതും? 540 is equal to 5 × 2 × 2 × 3 3 × 3 × 3. That is 5 × 2 raised to 2 × 3 raised to 3. കണ്ടോ? ശരിയല്ലേ? അപ്പം ഇതിനകത്ത് 3 വന്നിട്ടുണ്ട്. 3 പ്രൈം നമ്പേഴ്സ് വന്നല്ലേ? അപ്പം എപ്പോഴും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കത്തില്ല പ്രൈം നമ്പറായിട്ട് വരുന്നത്, പലത് വരും. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, 3600. കണ്ടോ? ഇത് ഏതുകൊണ്ടൊക്കെ പറ്റും? 2 കൊണ്ട് വേണേൽ ചെയ്യാം, 1ന്റെ പ്ലേസിൽ 0. 3 കൊണ്ട് വേണേൽ പറ്റും, കാരണം ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക 9. 5 കൊണ്ട് പറ്റും, 1ന്റെ പ്ലേസിൽ 0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് 5 കൊണ്ട് അങ്ങ് ചെയ്യാം. ആദ്യം തന്നെ ചെയ്യട്ടെ. 5 3 എടുത്ത് പറ്റില്ല, എടുത്തു 35 അല്ലേ? 36 ആണ്. 35 ബാലൻസ് 1, ആ 1 ഇപ്പോഴത്തെ 0യോട് കൂട്ടി 10, 5 × 2 10, പിന്നെ 0 കിടപ്പുണ്ട്, അതിങ്ങോട്ട് കൊടുത്തു. ഇനി ഇതിനെ 5 കൊണ്ട് പറ്റും. 5 അപ്പോൾ എത്ര വരും? ഓറഞ്ച് 5, 7ന്റെ അടിയിൽ 5, 2, ആ 2 ഇപ്പുറത്തോട്ട് കൊടുത്തു 22. അപ്പോൾ എത്ര വരും? 5 × 4 20, ആ 2 ഇപ്പുറത്ത് 0യോടെ കൊടുത്തു, അപ്പോൾ 20 144. 144 വന്നില്ലേ? ഇനി ഇതിനെ ഏതുകൊണ്ട് പറ്റും? 5 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പറ്റും, 1ന്റെ പ്ലേസിൽ 4, അല്ലെങ്കിൽ 3 കൊണ്ടും പറ്റും. ഡിജിറ്റ് ആഡ് ചെയ്തപ്പോൾ 9, 4 + 4 + 1 9. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്ക് 2 ചെയ്യാം അല്ലേ? 2 ചെയ്യാൻ പോണേ. 1 എടുത്ത് പറ്റില്ല, 14 എടുത്തു, 74, 2 × 2. ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും, ഇതിനെ 3 കൊണ്ടും പറ്റും കേട്ടോ. ഏതുകൊണ്ടാണെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ 2 കൊണ്ടാണ്. 2 6 7 ആണ്. 6 വന്നു, ബാലൻസ് 1, അത് അപ്പുറത്തോട്ട് കൂട്ടി 12 36. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും, 3 കൊണ്ടും പറ്റും. 2 1 × 2 2, 3 ആണ്, 2 എഴുതി, ബാലൻസ് 1 ആയി കിട്ടി. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും, 9. 3 കൊണ്ടും പറ്റുമായിരുന്നു കേട്ടോ. 9ന്റെ ഇവിടെ തൊട്ടില്ലേ നമുക്ക്? 9 എന്തുകൊണ്ടേ പറ്റത്തുള്ളൂ? 3 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. 3 3 1 കണ്ടോ? വേറെ എടുത്ത് എഴുതട്ടെ. 3600 എന്ന് പറയുന്നത് 2 5 5 × 5 1 2 3 4 4 2 2 3 കണ്ടോ? അപ്പം അതെങ്ങനെ എടുത്ത് എഴുതാൻ പറ്റും? ഇങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ. സ്ഥലമില്ലായി. ഇപ്പം എങ്ങനെ എഴുതാൻ പോകും? 3600 is equal to 5 raised to 2 into 2 raised to 2 raised to എത്രയുണ്ട്? 4 into 3 raised to 2. 5 raised to 2. വേണേ നമുക്ക് ഇതൊന്നും ക്രമത്തിൽ എഴുതാം. ആദ്യം 2 എഴുതാം, 2 raised to 4 into, പിന്നെ 3 എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എളുപ്പമല്ലേ മക്കളെ? ഒന്നുമില്ല, നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചു, വെറുതെ ഡിവൈഡ് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വെച്ചിട്ട്? പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ 2ഉം 3ഉം 4ഉം എല്ലാം ഉപയോഗിക്കുന്നത്. 2 3 5 നിങ്ങൾക്ക് അറിയാലോ പ്രൈം നമ്പേഴ്സ്. അത് എളുപ്പ വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. എളുപ്പം ചെയ്ത് തീർക്കാമല്ലോ നമുക്ക്. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്യുക, മുഴുവൻ മാർക്കും മേടിക്കണം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ.
താങ്ക് യു.